തദ്ദേശ ജനപ്രതിനിധികൾക്ക് പുറമെ പാർട്ടിയുടെ MLA-മാരെയും ഓഡിറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ്. 6 മാസം കൂടുമ്പോൾ MLA-മാർ പാർട്ടിക്ക് പ്രവർത്തന റിപ്പോർട്ട് നൽകണം. അടുത്ത നിയമസഭ മുതലാണ് MLA-മാരുടെ ഓഡിറ്റിംഗ് നടപ്പിലാക്കുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇല്ലാതെ വന്നതോടെയാണ് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളെ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓഡിറ്റ് ചെയ്യുമെന്ന പാർട്ടി പ്രഖ്യാപനം വലിയ സ്വീകാര്യതയോടെയാണ് പൊതുജനങ്ങൾ ഏറ്റെടുത്തത്. ഇതോടെയാണ് പാർട്ടി MLA-മാരെ കൂടി ഓഡിറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരെ ഓഡിറ്റ് ചെയ്യുമെന്ന് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. ഓരോ 6 മാസം കൂടുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ്, ഒരു കണക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരണം. പിന്നെ ഓരോ അംഗങ്ങളുടെയും പെർഫോമൻസ് എങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് തരേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഓരോ ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായും ചെയ്യേണ്ടത്. അടുത്ത നിയമസഭ മുതൽ മുസ്ലിം ലീഗിൻ്റെ MLA-മാരും ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അത് പാർട്ടിയെ അവർ അറിയിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു തീരുമാനം. 6 മാസത്തിലൊരിക്കൽ പ്രവർത്തന റിപ്പോർട്ട് MLA-മാർ പാർട്ടിക്ക് സമർപ്പിക്കണം. പാർട്ടി വിശദമായി പരിശോധിക്കും. ആവശ്യമായ മാറ്റങ്ങൾ, തിരുത്തലുകൾ എന്നിവ നിർദ്ദേശിക്കും. ജനപ്രതിനിധികൾക്ക് മേൽ പാർട്ടി കടിഞ്ഞാൺ കാര്യക്ഷമമായാൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനാകും. ഒപ്പം പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും കഴിയുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. സമീർ ബിൻ കരീം, 24, തിരൂർ. തദ്ദേശ ജനപ്രതിനിധികൾക്ക് പുറമെ പാർട്ടിയുടെ MLA-മാരെ ഓഡിറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു. വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.